ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മളൊരു അച്ചാറിട്ടാലോ, നാരങ്ങ അച്ചാറിട്ടാലോ? എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഒരു വ്യത്യസ്ത രീതിയിൽ ആണ് ഈ അച്ചാറിടുന്നത്. ഇവിടെ കുറച്ച് നാരങ്ങ, ഒരു 16 ഉണ്ടായിരുന്നേ. അത് 4 അരിഞ്ഞ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചൊന്ന് ഇളക്കി വെക്കാം. ഇനി ഇത് ഒരു 2 ദിവസത്തേക്ക് മൂടി വെച്ച് പുറത്ത് വെക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളിയും അച്ചാറിന് ഒരുപാട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത്, 4-5 പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ. ഇതൊന്ന് പൊട്ടി വരുമ്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പം ഒരു ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി ഇനി നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി നാരങ്ങയിലേക്ക് ഈ മസാലകളൊന്ന് പിടിപ്പിക്കാം. ഇത് നമ്മുടെ ചാനലിൽ മുൻപിട്ടിട്ടുള്ള വീഡിയോസാണ്. ഇത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെന്ന് കാണുക. നല്ല എളുപ്പം ചെയ്യാവുന്ന കുറേ ഡിഷസാണ്. ഇച്ചിരി ഉപ്പ് നോക്കാവേ. ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇടുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് തീ നിർത്താം. നന്നായി തണുത്തതിന് ശേഷം ഒരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും കുപ്പിയിലുണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് മാസങ്ങളോളം സൂക്ഷിക്കാം.